Hello guys, welcome back. Moto Edge X30 എന്ന ഡിവൈസിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത്. Without wasting any more time, let's get to the video. ഓക്കെ, ആദ്യം ഈ ഒരു ഡിവൈസിൻ്റെ ഡിസ്പ്ലേ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 6.7 ഇഞ്ചാണ് ഡിസ്പ്ലേ സൈസ് വരുന്നത്. ഈ സ്മാർട്ട് ഫോണിൽ ഒരു ഫുൾ HD+ റെസൊല്യൂഷൻ സപ്പോർട്ട് ചെയ്യുന്ന ഡിസ്പ്ലേ ആണ്. OLED പാനലാണ് കൊടുത്തിരിക്കുന്നത്. 144 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റ് ഈ ഒരു ഡിവൈസിൻ്റെ ഡിസ്പ്ലേയിൽ നൽകിയിട്ടുണ്ട്. കൂടാതെ HDR10+ൻ്റെ സപ്പോർട്ടും വരുന്നുണ്ട്. 700 നിറ്റ്സിൻ്റെ ഒരു ബ്രൈറ്റ്നസ് ആണ് ഈ ഒരു ഡിവൈസിൻ്റെ ഡിസ്പ്ലേയിൽ നൽകിയിരിക്കുന്നത്. സ്ക്രീൻ റെസൊല്യൂഷൻ വരുന്നത് 1080x2400 പിക്സൽസ് ആണ്. 393 പിക്സൽ പെർ ഇഞ്ച് ഡെൻസിറ്റിയും ഈ ഒരു ഡിവൈസിൻ്റെ ഡിസ്പ്ലേയിൽ നൽകിയിട്ടുണ്ട്. ഒരു സെൻറ്റർ പഞ്ച് ഹോൾ കട്ടാണ് വരുന്നത്. അതിലാണ് സെൽഫി ക്യാമറ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. ഏകദേശം 87.6% സ്ക്രീൻ ടു ബോഡി റേഷ്യോ മോട്ടോ എഡ്ജ് X30 എന്ന ഡിവൈസിന് കൊടുത്തിട്ടുണ്ട്. ബിൽഡ് ക്വാളിറ്റിയെക്കുറിച്ച് നോക്കുന്ന സമയത്ത് ഫ്രണ്ടും ബാക്കും ഗ്ലാസ് ബോഡിയാണ് നൽകിയിരിക്കുന്നത്. ഫ്രണ്ടിൽ നമുക്ക് ഗൊറില്ല ഗ്ലാസ് 5ൻ്റെ സപ്പോർട്ടാണ് വരുന്നത്. ഏകദേശം 194 ഗ്രാംസ് ആണ് ഈ ഒരു ഡിവൈസിൻ്റെ ബോഡി വെയ്റ്റ് വരുന്നത്. ഇനി പെർഫോമൻസിലേക്ക് വരുന്ന സമയത്ത് ക്വാൾകോം സ്നാപ്ഡ്രാഗൺ 8 ജനറേഷൻ 1 എന്ന ചിപ്സെറ്റാണ് ഈ ഒരു ഡിവൈസിന് നൽകിയിരിക്കുന്നത്. നമുക്കറിയാം ക്വാൾകോമിൽ നിന്ന് ഏറ്റവും ലേറ്റസ്റ്റ് ആയി ഇപ്പോൾ വന്നിരിക്കുന്ന ഒരു ചിപ്സെറ്റാണിത്. ഒരു 4nm ചിപ്സെറ്റാണ്. അഡ്രീനോ 730 ആണ് ഈ ഒരു ഡിവൈസിൽ വരുന്ന GPU. ആൻഡ്രോയിഡ് 12ലാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ റൺ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ചിപ്സെറ്റുമായിട്ട് വരുന്ന ആദ്യത്തെ ഒരു ഡിവൈസായിട്ട് നമുക്ക് മോട്ടോ എഡ്ജ് X30 എന്ന ഡിവൈസിനെ കണക്കിലെടുക്കാവുന്നതാണ്. അത്യാവശ്യം വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു സ്മാർട്ട് ഫോൺ തന്നെയായിരിക്കും ഇത്. ഈ ഒരു സ്മാർട്ട് ഫോൺ 3 വേരിയൻസിലാണ് ലോഞ്ച് ചെയ്തിരിക്കുന്നത്. 8GB RAM ആൻഡ് 120GB സ്റ്റോറേജ് ആണ് ബേസ് വേരിയൻറ്റ്. 8GB RAM ആൻഡ് 256GB സ്റ്റോറേജ് വേരിയൻറ്റും വരുന്നുണ്ട്. അതോടൊപ്പം 12GB RAM ആൻഡ് 256GB സ്റ്റോറേജ് വേരിയൻറ്റും അവൈലബിൾ ആണ്. UFS 3.1 സ്റ്റോറേജ് ടൈപ്പാണ് ഈ ഒരു ഡിവൈസിന് കൊടുത്തിട്ടുള്ളത്. ഇനി ക്യാമറ ഡിപ്പാർട്ട്മെൻറ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പാണ് റിയർ സൈഡിൽ കൊടുത്തിരിക്കുന്നത്. 50 മെഗാപിക്സലിലെ ഒരു പ്രൈമറി സെൻസറാണ് ഈ ഒരു ഡിവൈസിൽ വരുന്നത് വിത്ത് f1.8 അപ്പർച്ചർ. ഒപ്പം 50 മെഗാപിക്സലിൻ്റെ അൾട്രാ വൈഡ് ലെൻസ് കൂടി വരുന്നുണ്ട്. 2 മെഗാപിക്സൽ ഡെപ്ത് സെൻസർ കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. റിയർ ക്യാമറ വെച്ച് നമുക്ക് 4K വീഡിയോസ് 30 FPS ശൂട്ട് ചെയ്യാൻ സാധിക്കും. ഫ്രണ്ടിലേക്ക് വരുന്ന സമയത്ത് ഒരു സിംഗിൾ സെൽഫി ക്യാമറയാണ്. 60 മെഗാപിക്സലിൻ്റെ ഒരു സെൽഫി ക്യാമറയാണ് ഈ ഒരു ഡിവൈസിന് കൊടുത്തിരിക്കുന്നത്. f2.2 ആണ് അപ്പർച്ചർ വരുന്നത്. ഇത്തരത്തിലുള്ള ഒരു സെൽഫി ക്യാമറയായിട്ട് വരുന്ന ആദ്യത്തെ ഡിവൈസാണ് മോട്ടോ എഡ്ജ് X30. സെൽഫി ക്യാം വെച്ച് നമുക്ക് 4K വീഡിയോസ് ഷൂട്ട് ചെയ്യാൻ സാധിക്കും. പിന്നെ ഈ ഒരു ഡിവൈസിൽ ഒരു 5000 mAhൻ്റെ ബാറ്ററിയാണ് വരുന്നത്. ഒപ്പം ഈ ഒരു ഡിവൈസിൽ 68 വാട്ട്സിൻ്റെ ഫാസ്റ്റ് ചാർജിങ് ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഫാസ്റ്റ് ചാർജിങ് കൊണ്ട് ഈ ഒരു ഡിവൈസ് 0 to 100% 35 മിനിറ്റ്സിനകം ചാർജ് ചെയ്യാമെന്നാണ് കമ്പനി അവകാശപ്പെടുന്നത്. അത്യാവശ്യം നല്ലൊരു ഫാസ്റ്റ് ചാർജിങ് തന്നെയാണ്. ഡീസൻ്റ് ആയിട്ടുള്ള ഒരു ബാറ്ററി ബാക്കപ്പും ഈ ഒരു ഡിവൈസിന് കൊടുത്തിട്ടുണ്ട്. പിന്നെ സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിൻറ്റ് സ്കാനറാണ് ഇതിൽ വരുന്നത്. ഹെഡ്ഫോൺ ജാക്ക് ഈ ഒരു ഡിവൈസിൽ കൊടുത്തിട്ടില്ല. അപ്പോൾ ഗൈസ്, ഇതൊക്കെയാണ് മോട്ടറോളയുടെ എഡ്ജ് X30 എന്ന ഡിവൈസിനെ കുറിച്ചുള്ള ഓവറോൾ ഡീറ്റെയിൽസ്. അത്യാവശ്യം നല്ലൊരു ഡിവൈസ് തന്നെയാണിത്. കുഴപ്പമില്ലാത്തൊരു ഡിസ്പ്ലേ വരുന്നുണ്ട്. കൂടാതെ നിലവിലെ ഏറ്റവും ബെസ്റ്റ് ചിപ്സെറ്റുമായിട്ടാണ് ഈ ഒരു ഡിവൈസ് വന്നിരിക്കുന്നത്. ക്യാമറയും അത്യാവശ്യം നല്ലത് തന്നെയാണ്, ഇൻക്ലൂഡിങ് സെൽഫി ക്യാമറ. ഡീസൻ്റ് ആയിട്ടുള്ള ബാറ്ററിയും നല്ലൊരു ഫാസ്റ്റ് ചാർജിങ്ങും കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഡിവൈസ് ചൈനയിലാണ് ഇപ്പോൾ ലോഞ്ച് ചെയ്തിരിക്കുന്നത്. ബേസ് വേരിയൻറ്റ് 8GB RAM ആൻഡ് 120GB സ്റ്റോറേജ് വേരിയൻറ്റ് ലോഞ്ച് ചെയ്തിരിക്കുന്നത് ഏകദേശം 3200 യുവാൻ പ്രൈസ് ടാഗിലാണ്. അപ്പോൾ ഇന്ത്യയിലേക്ക് കൺവേർട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം 38,000 രൂപയാണ് ഈ ഒരു ഡിവൈസിൻ്റെ ബേസ് വേരിയൻറ്റിൻ്റെ പ്രൈസ് വരുന്നത്. ഇന്ത്യയിലേക്ക് ഈ ഒരു ഡിവൈസ് വരുന്നുണ്ടോ, എപ്പോഴാണ് ലോഞ്ച് ചെയ്യുന്നത് എന്നതിനെക്കുറിച്ചുള്ള ഒരു ഇൻഫോർമേഷനും ഇതുവരെ നമുക്ക് ലഭിച്ചിട്ടില്ല. എനിവേ ഗായ്സ്, ഈ ഒരു ചെറിയ വീഡിയോ അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ആൻഡ് ഷെയർ ചെയ്യാൻ മറക്കരുത്. ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് കൂടി ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.